ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നെക്സസ് ജേണി. അപ്പം മച്ചാമാരെ, ഇന്ന് ഞങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ്, ജടായുപ്പാറയിൽ. അപ്പോൾ മച്ചാമാരെ, ഞങ്ങൾ താണ്ട വന്ന് ഇപ്പോൾ ഒരു 3 മണി ടൈമിലാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇവിടുത്തെ പ്രവേശനം 5:30 വരെ ഉള്ള വൈകുന്നേരം. അപ്പം ഞങ്ങൾ വന്ന് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത്. ഞങ്ങൾ ഇത്ര റേറ്റ് ഒന്നും പ്രതീക്ഷിച്ചില്ല. ഒരു ടിക്കറ്റിന് തന്നെ ഏതാണ്ട് 325 രൂപ വരും ഇവിടെ ഒരാൾക്ക്. അപ്പം എൻ്റെ കൂടെ അച്ചു ഉണ്ട്. ഞങ്ങൾ ഇത്ര റേറ്റ് പ്രതീക്ഷിച്ചില്ല. അപ്പം ഞങ്ങളിങ്ങനെ നടന്നാ പോകുന്നത്. അപ്പം നടന്ന് കയറിക്കൊണ്ടിരിക്കുമോ മല. ഫ്രണ്ട്സ്, ദാണ്ടിങ്ങനെ സ്റ്റെപ്പ് കയറി വേണം ഞങ്ങൾക്ക് മണ്ടയ്ക്കോട്ടി അല്ല. സ്റ്റെപ്പ് കയറുന്നതിന് വരെ 325 രൂപ ടിക്കറ്റ്. പക്ഷെ കുഴപ്പമില്ല, നല്ല കാഴ്ചകൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളിവിടെ. ഗായ്സ്, ദാണ്ട ഞങ്ങൾ കുറച്ച് ദൂരം സ്റ്റെപ്പ് കയറി വന്നപ്പം കണ്ട ഒരു ബോർഡാണ് യോഗ വില്ലേജ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നൊക്കെയുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചടയമംഗലം സൈഡൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടൊക്കെ നിന്നാൽ കാണാൻ കഴിയും. മച്ചന്മാരെ, നമ്മൾ പോകുന്ന വഴിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബോർഡുകൾ നമുക്ക് നടക്കുന്ന കൂട്ടത്തിൽ വായിച്ചു പോകാം. അഡ്വഞ്ചർ സെൻറ്റർ ഇവിടെ അടുത്താ പോകുന്ന വഴി. ഗായ്സ്, അപ്പോൾ ഈ മലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉയരത്തിലോട്ടല്ലേ പോകുന്നത്. ഇത് ഞങ്ങൾ കുറേ ദൂരം ഉയരത്തിൽ സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് താഴോട്ടാ നടക്കാനുള്ള. ഇനിയും പൊക്കം കാണുമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അടിപൊളി പ്ലേസ്. എന്തുവാടാ അച്ചു? ഇനി ഇറങ്ങിയതല്ല, ഇനി എന്തോരം കേറാൻ കാണുമായിരിക്കും. മലയൊക്കെ ആകുമ്പോൾ അങ്ങനെ. അപ്പോൾ മച്ചന്മാരെ, ഞങ്ങൾ പോകുന്ന വഴി ഒരു ഗുഹയൊക്കെ ഉണ്ട്. താണ്ട ഇതിനകത്തൂടെ വേണം ഇനി പോവാൻ. ഇതിനകത്തൂടെ കുറേ മൂവ് ചെയ്യണം നമുക്കിനി അതിൻ്റെ ടോപ്പിലെത്താൻ. ഫ്രണ്ട്സ്, ഇതൊക്കെ കൊണ്ടാന്ന് തോന്നുന്നു 5:30 വരെ ഇവിടെ 5:30 വരെ മാത്രം ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന. ഫ്രണ്ട്സ്, അപ്പം എന്താണ്ട് ഇങ്ങനെയുള്ള പാറകളാണ്, വലിയ വലിയ പാറകൾ നമ്മൾ പോകുന്നതിൻ്റെ സൈഡിൽ. പിന്നെ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മരങ്ങളും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. താണ്ട് ഈ സൈഡിലൊക്കെ മുളയും. ഗൈസ്, ഇവിടെ ഓരോ സ്ഥലം എത്തുമ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കവാടം പോണക്കുണ്ട്. നമ്മൾ കയറി ചെല്ലുന്ന താഴോട്ട് ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ നന്നായിട്ട് കയറി വേണം നമുക്ക് ഈ മുകളിലോട്ട് പോകാൻ. ഇപ്പം തന്നെ ഞങ്ങൾ പകുതി പോലും ആയിട്ടില്ല, ഇനി ഒരുപാട് ദൂരമുണ്ട്. കുറച്ച് അതാത് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കുടിക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഗായ്സ്, അപ്പം താണ്ട വലിയ വലിയ പാറകളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന വഴി താണ്ട ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കയറാൻ പറ്റിയ. ഞാൻ അങ്ങോട്ട് വലിഞ്ഞ് കയറുന്നില്ല, ഒന്നാമത് തന്നെ ഞങ്ങൾ കുഴഞ്ഞ്. ഗായ്സ്, അപ്പം ഞങ്ങൾ താണ്ട പോകുന്ന വഴി, അതായത് ഇത് സ്റ്റെപ്പ് കയറുന്ന വഴി കണ്ടേ കുറച്ച് വീടുകളൊക്കെ താണ്ട് ഇവിടെ. ഇത് താഴെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെയാണ്, ആൾക്കാർ താമസമൊക്കെ ഉള്ള. അതല്ലാതെ താണ്ട് ഇവിടെ ഒരു വീടിൻ്റെ മേൽക്കൂര. അപ്പോൾ മച്ചാന്മാരെ, ഞങ്ങൾ താണ്ട് നടന്ന് നമ്മളെ സ്പോട്ടിലോട്ട് എത്താറായി. ഇനി ഏതാണ്ട് 350 മീറ്റർ തൊട്ട് 500 മീറ്റർ വരെ ഉണ്ട് നടക്കാൻ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തും. ഇപ്പം തന്നെ കുഴഞ്ഞ്. ആണ്ടാ അച്ചുവൊക്കെ അതോ അവിടെ ഇരിക്കുന്നു. എടാ വാട, സമയല്ലോ ഗായ്സ്. ആദ്യമൊന്നും ഞങ്ങൾ ഇത്രയും കുഴഞ്ഞില്ലായിരുന്നു, പക്ഷേ കുറേ കയറിയപ്പോഴാണ്, സ്റ്റെപ്പ് കയറിയപ്പോഴാണ് ഇത്രയും ടയർഡായതാണ്ട. അവനൊക്കെ ബാക്കി വരുന്നതേ ഉള്ളു. ഗായ്സ്, ഈ ഒരു സ്ഥലം നല്ല രസമുണ്ട്, ഇങ്ങനെ ഈ പാറ വെച്ച് കെട്ടിയേക്കുന്ന. ഇങ്ങനെ മുകളിലോട്ട് കയറുമ്പം നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. ഗായ്സ്, ഞങ്ങളങ്ങനെ ഏതാണ്ട് ടോപ്പിലോട്ട് എത്തിയപ്പം തന്നെ ഞങ്ങൾക്ക് കുറേ ഏരിയയിലെ വിഷ്വൽസ് ഒക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിയും. ഈ ടോപ്പിലോട്ട് എത്തുമ്പോൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഫൈനലി ഞങ്ങൾ നടന്ന് ജടായിപ്പാറയുടെ ടോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്.
ഇനി ഞങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് നടന്ന ഒരു 100 മീറ്റർ അങ്ങനെ ജഡായുപ്പാറയുടെ ടോപ്പിൽ അന്നേരം എത്താം. ഏകദേശം അപ്പം നമ്മൾ ഈ നടന്നു പോകുന്ന സ്ഥലത്തൂടെ, അതായത് ഇനി മരങ്ങളൊക്കെ രണ്ട് ചുറ്റും നിൽപ്പുണ്ട്. സോ നന്നായിട്ട് ഏത് സമയത്താണേലും നല്ല തണുപ്പും കാറ്റും ഒക്കെ ഇത് തരും. ഇങ്ങോട്ട് വന്ന വഴി ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പാറയ്ക്കകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റി. കുറേ സ്ഥലത്തുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇങ്ങനെ ആ പാറയുടെ അതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന. എന്തുവാടാ പറയടാ. വളരെ മനോഹരമായ എന്തോടാ, നാണമാണോ? വാ ഗൈസ്, അപ്പം ഞങ്ങൾ നടന്ന് കയറി വന്നത്. അതുകൊണ്ട് ആ കാണുന്നതാണ് സിപ്പ് ലൈൻ. അത് ഇങ്ങനെ ആ ലൈൻ പോയി ജഡായുപ്പാറയുടെ ടോപ്പ്, അതായത് അവിടെ എത്തും. സിപ്പ് ലൈനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെടുത്തതിനേക്കാളും 100-150 രൂപയുടെ ഒരു ടിക്കറ്റിന് കൂടുതൽ വരും. അത്രേ ഉള്ളൂ. പിന്നെ നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നു വന്നത്. ഇതായി വരുന്ന വഴിയിൽ ഒരു ഗേറ്റ് ഇട്ട് പൂട്ടിയ ഒരു സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഇതുവഴി ഒരു ചേട്ടൻ പോയായിരുന്നു. സോ ഇതിൻ്റെ സൈഡിലൊക്കെ വീടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു റോഡ് ചെല്ലുന്ന അങ്ങോട്ടൊക്കെയുള്ള സൈഡിൽ റോഡുണ്ടെന്ന് തോന്നുന്നു. ഒരു ചേട്ടൻ ഇതുവഴി പോകുന്നുണ്ട് സ്കൂട്ടറിൽ. ഗൈസ്, അപ്പോൾ ഇതുവരെയുള്ള ഒരു നടത്തവും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയൊക്കെ വെച്ചിട്ട് ഇന്നത്തെ സാറ്റർഡേ ഞങ്ങൾക്ക് ലീവായിരുന്നു. സോ ഇന്നത്തെ ദിവസം പോയി കിട്ടിയില്ല. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലം. കയറി വാടാ കുഴഞ്ഞ് നിൽക്കാതെ. ഗായ്സ് താണ്ട നല്ല കാറ്റുണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ട് മലമുകളിൽ താണ്ട ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് ഇവിടെ. ഗായ്സ്, ആ വൈകുന്നേര സമയം ആയതുകൊണ്ട് നല്ല കാറ്റുണ്ട്. ഉച്ചക്കൊക്കെ വന്നായിരുന്നു ഇവിടെ പെട്ടുപോയനെ നല്ല വെയിലത്ത്. ഗായ്സ് താണ്ട ഇവിടെയും അതേ വെള്ളമുണ്ട്, ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പച്ച കളർ വെള്ളം. ഗായ്സ്, അപ്പം നമ്മൾ ഫൈനലി ജഡായുപ്പാറയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. കുറെ ദൂരം നടന്ന് അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ ജഡായുപ്പാറയുടെ മുകളിലെത്തി. അപ്പോൾ ഈ ജഡായുപ്പാറ എന്ന് പറഞ്ഞാൽ കാണാൻ ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലം. അതായത് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഗായ്സ്, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. ഏതാണ്ട് 100 കോടി ചെലവിലാണ് ഈ ഒരു സ്റ്റാച്ചു ഗവൺമെന്റ് ഇവിടെ പണിഞ്ഞേക്കുന്നത്. 100 കോടി, 20 മീറ്ററോളം ഉയരമുണ്ട് ഇതിന്, ഈ ജഡായുവിൻ്റെ ഈ പ്രതിമയ്ക്ക്. ഗൈസ്, അപ്പം നമ്മുടെ കേരളത്തിലെ തന്നെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ജഡായുപ്പാറ. അതിൻ്റെ കാരണമാണ് ഇവിടെ കാണുന്ന ഈ തിരക്ക്. നന്നായിട്ട് തിരക്കുണ്ട്. ഇപ്പം ഏതാണ്ട് 5:30 വൈകുന്നേരം. അതായത് ഈ തിരക്ക് കുറയുന്നത്. ഗായ്സ്, അപ്പം ഈ സ്റ്റാച്ചു പണിയാൻ വേണ്ടി സഹായിച്ച ആൾക്കാരുടെ പേരൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് മരിച്ചുപോയ ഒരു ചേട്ടനുണ്ട്, അഖിൽ എന്ന് പറയുന്ന ആ ചേട്ടനെയും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. മെയിനായിട്ടുള്ള കാര്യം മറ്റേ ശ്രീരാമൻ്റെ കാൽപാദവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. പക്ഷേ കണ്ടിരിക്കാൻ അടിപൊളിയായിട്ടുള്ളത്. താഴെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ കാണുന്ന അമ്പലത്തിലെ സൗണ്ടൊക്കെയാണ് കേൾക്കുന്നത്. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാൽ കുറേ കിലോമീറ്റർ ദൂരം നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ചടയമംഗലം അങ്ങോട്ടൊക്കെയുള്ള സൈഡ് കുറേ ദൂരം കിലോമീറ്റേഴ്സ് കാണാൻ കഴിയും. ഇതാണ് ഫ്രണ്ട്സ് ഞങ്ങൾക്ക് ഇനിയും കയറാനുള്ള അമ്പലം. അതാണ് ജഡായുവിൻ്റെ സ്റ്റാച്ചു. ഉണ്ടോ ഇവിടെ ഇഷ്ടം പോണക്ക് മങ്കീസ് ഉണ്ട്. ചിലരുടെയൊക്കെ ചെരുപ്പൊക്കെ ഇവറ്റകൾ എടുത്തോണ്ട് പോകും. അതുകൊണ്ട് താഴെയൊക്കെ ഉണ്ട് ഒരുപാട്. കുടിക്കാനൊക്കെ കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പാവ അച്ചു താണ്ട കുരങ്ങനെന്ന് പോയിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ് താണ്ട കുറച്ച് സ്വാമിമാരുടെ ഒക്കെ ചെറിയ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ഹലോ ഗായ്സ് എവിടെ പോവാണ് ഗായ്സ്? ഹലോ താണ്ട അച്യുതാണ് അമ്പലത്തിൽ കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും അലൗഡ് അല്ല. സോ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല.
അപ്പൊ മച്ചന്മാരെ ഏറ്റവും അധികം ആളുകൾ ഇവിടെ കാണാൻ വരുന്നത് ഈ ശ്രീരാമന്റെ പാദം കാണാൻ വേണ്ടിയാണ്. ഈ കാണുന്നതാണ് ചടയമംഗലം ജടായുപ്പാറയിലെ ശ്രീരാമന്റെ പാദം. ഈ കാണുന്നതാണ് ശ്രീരാമന്റെ പാദം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പൊ ഇതിന്റെ ഹിസ്റ്ററിയെ പറ്റി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ ചാനലിടുന്ന വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കാം, ഇഷ്ടമില്ലാത്തവരും ഉണ്ടായിരിക്കാം. സോ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്ക്. ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവന്നേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.